പതിവ് പോലെ തന്നെ ഇത്തവണയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ധാരാളം പേര് സഹായം നൽകിയിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലഭിച്ച പ്രതികരണം ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് കരുതാനാവുമോ? നമുക്കറിയാം, ആടിനെ വിറ്റും പ്രാവിനെ വിറ്റുമൊക്കെ ആശ്വാസം നൽകിയവർ നമുക്കിടയിലുണ്ട്. ഏതാപത്തിലും ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന മലയാളികളുടെ പൊതു സ്വഭാവം ചൂഷണം ചെയ്യുന്ന അവസരങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയത്തിൽ ലഭിച്ച കോടികൾ ഏതു വഴിക്കാണ് പോയതെന്നുള്ളത് കവടി നിരത്തി നോക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുരിതാശ്വാസം എന്ന് കേൾക്കുമ്പോഴേ ഒരു വഞ്ചനയുടെ ചിത്രമാണ് മുന്നിൽ തെളിയുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്നൊരു സംവിധാനം ഉള്ളതായി പോലും നമ്മൾ പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ശരിയായ സംവിധാനങ്ങളിൽ കൂടി സഹായം അർഹിക്കുന്നവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും പഠിക്കാത്ത മണ്ടന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ സാധാരണ ജനങ്ങൾ. കഴിയുന്നവരൊക്കെ സഹായം നൽകണം. നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. നികത്താനാവാത്ത നഷ്ടങ്ങളാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന ഓരോ ചില്ലിക്കാശും അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്ന സംവിധാനങ്ങളിൽ കൂടി മാത്രമാകണം എല്ലാവരും സഹകരിക്കേണ്ടത്. ലഭിക്കുന്ന തുകയ്ക്ക് കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം. അത് അർഹിക്കുന്നവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടാകണം. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും വേണം. എന്നാലേ ആപത്ത് ഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി ജനങ്ങൾ മുന്നിലുണ്ടാകും. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അത്തരം ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി വിശ്വസനീയവുമായിരിക്കും.